കണ്ണൂർ ജില്ലയിൽ കാലാകാലങ്ങളായി CPM നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മയ്യിൽ ഭാഗങ്ങളിൽ കോൺഗ്രസ് ഓഫീസും ലീഗ് ഓഫീസൊക്കെ അടിച്ച് നശിപ്പിച്ചതിലൂടെ നമ്മൾ കാണുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാനും വോട്ട് ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തങ്ങളുടെ താല്പര്യത്തിന് ഇച്ഛയ്ക്കുമെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ അടിച്ചമർത്തുക, അവരുടെ പാർട്ടി ഓഫീസുകളൊക്കെ നശിപ്പിക്കുക എന്നുള്ളത് പരമ്പരാഗതമായി CPM കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ്. അതിന് അയവ് വന്നു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ക്രിമിനലുകൾ പാർട്ടി ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊന്നും അന്ത്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മയ്യിലെ ഗാന്ധി ഭവനിലാണ്, കോൺഗ്രസിൻ്റെ ഓഫീസാണ്. നിങ്ങൾ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്ര ക്രൂരമായിട്ടാണ്, എത്ര നിഷ്ഠൂരമായിട്ടാണ് ഈ ഓഫീസ് നശിപ്പിക്കപ്പെട്ടത്. ഇവിടെ ഒരു വസ്തുവകകളും ബാക്കിയില്ല. ലാപ്ടോപ്പ് കട്ടുകൊണ്ടുപോയിരിക്കുന്നു, TV നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഫർണിച്ചറുകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഓഫീസിൻ്റെ ജനൽ ചില്ലുകളൊക്കെ അടിച്ച് തകർക്കപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജിയുടെ ചിത്രത്തിന് നേരെ എറിഞ്ഞിട്ട് അതിൻ്റെ ചില്ലുകൾ പൊട്ടിപ്പോയിരിക്കുന്നു. കുറച്ച് മുമ്പ് ഞങ്ങൾ മയ്യിൽ ലീഗ് ഓഫീസിൽ, പഞ്ചായത്ത് ലീഗ് ഓഫീസ്, നിരത്തുപാലത്തുള്ള മയ്യിൽ പഞ്ചായത്ത് ലീഗ് ഓഫീസിലും പോവുകയുണ്ടായി. അവിടെ അതിൻ്റെ ഡോറ് കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ ഹാൻഡിലടക്കം ലോക്കടക്കം പൊളിച്ച് ക്രിമിനലുകൾ ഉള്ളിൽ കയറിയിട്ട് ആണ് മോഷണം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത്. ഈ പ്രതികളെ അടിയന്തരമായി കണ്ടെത്തണം. പോലീസിനത് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള കാര്യം സംശയമില്ല. മയ്യിൽ സർവീസ് സഹകരണ ബാങ്ക് കേന്ദ്രമാക്കി കുറച്ച് ക്രിമിനലുകളാണ് ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ബാങ്കുകൾ എന്നൊക്കെ പറയുന്നത് ഒരു പൊതു ഇടങ്ങളാണ് എന്ന് കരുതുന്ന ആളുകളാണ് ഞങ്ങൾ. അത് ഭരണസമിതി ഏതായിക്കൊള്ളട്ടെ, എല്ലാ ജനങ്ങൾക്കും അവരുടെ ബാങ്കിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരിടത്ത് ക്രിമിനലുകൾ താവളം സൃഷ്ടിക്കുന്നത്, ഒരുക്കുന്നത്, അത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുക എന്ന് CPM ആലോചിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് CPMനോട് പറയാനുള്ളത്, ഈ അക്രമ പരമ്പരകൾ അവസാനിപ്പിക്കണം, നാട്ടിൽ സമാധാനം ഉണ്ടാകണം. പോലീസിനോട് പറയാനുള്ളത്, ക്രിമിനലുകൾ കണ്ടെത്തി അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മയ്യിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ സംഭവങ്ങൾ അറിഞ്ഞ് എത്തിയിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ, ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ കോൺഗ്രസിൻ്റെയൊക്കെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് പോലീസിൻ്റെ മുമ്പിൽ വെച്ച് അസഭ്യം പറഞ്ഞ് അധിക്ഷേപിച്ച് നിർത്തിയത്. മണിക്കൂറുകളോളം അവരെ പോലീസ് സ്റ്റേഷനിൽ തടങ്കലിലാക്കുന്നത് പോലെയാണ് അവരവിടെ കഴിഞ്ഞുകൂടിയത്. ഇത് ജനപ്രതിനിധികളുടെ അടക്കം സാന്നിധ്യത്തിൽ നടക്കുന്നതാണ്. കാട്ടാമ്പടിയിൽ കഴിഞ്ഞ ദിവസം MLAയുടെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള വിളയാട്ടം നമ്മളെല്ലാം കണ്ടതാണ്. ക്രിമിനലുകളുടെ സ്വഭാവത്തോടുകൂടി നേതാക്കന്മാർ പെരുമാറുന്നു. അപ്പോൾ നേതാക്കന്മാരെ അനുകരിക്കുന്ന പ്രവർത്തകന്മാർ അതിനേക്കാൾ മോശമായി പെരുമാറുന്നു. ഇതാണ് CPMൻ്റെ പുതിയ നേതൃത്വത്തിന് കീഴിൽ നമ്മൾ ജില്ലയിൽ കണ്ടുവരുന്നത്. ഇതിന് അറുതി വരുത്തണം. പോലീസിനതിന് കഴിയുന്നില്ല എങ്കിൽ നാട്ടിൽ സമാധാനമുണ്ടാക്കേണ്ടുന്ന ഉത്തരവാദിത്വം മറ്റ് പാർട്ടികൾക്കല്ല എന്ന് പോലീസ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ ക്രിമിനലുകളെ അടിയന്തരമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അറസ്റ്റ് ചെയ്തിട്ട് നടപടികൾ സ്വീകരിക്കണം. പോലീസ് സ്റ്റേഷനിൽ നടക്കം പോലീസ് കൈവിലങ്ങ് വെച്ച് കൊണ്ടുവന്നിട്ടുള്ള പ്രതികൾ ജാമ്യത്തിൽ വിട്ടയക്കപ്പെടുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നതിനെക്കുറിച്ച് പോലീസ് മറുപടി പറയണം. അപ്പം നിസ്സാര വകുപ്പുകൾ ചേർത്ത് ക്രിമിനലുകൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുന്നത് പോലീസാണ്. ഏകപക്ഷീയമായി പോലീസ് പെരുമാറുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീതിപൂർവവും നിഷ്പക്ഷവുമായിട്ടുള്ള നടപടികൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുണ്ടാകുന്നില്ല എങ്കിൽ പോലീസിനെതിരായും നടപടികളും സമരങ്ങളായിട്ട് പോകാൻ UDF നിർബന്ധിതമാകും. അതാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത്.